വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത അദ്ധ്യായം 15 പുരുഷോത്തമ യോഗത്തിൽ നാം പ്രവേശിക്കുകയാണ്. ഈ അദ്ധ്യായത്തിൽ പരമാത്മാവിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഭഗവാൻ നൽകുന്നത്. ക്ഷരമായ ശരീരത്തെയും അക്ഷരമായ ജീവാത്മാവിനെയും പ്രകാശിപ്പിക്കുന്ന പരമാത്മ ചൈതന്യത്തെ പരമപുരുഷനെന്നും ഉത്തമ പുരുഷനെന്നും പറയുന്നു. അതിനാൽ 15-ാം അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്ന് പേർ വന്നിരിക്കുന്നു. ഈ അധ്യായത്തിലെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പരമാത്മാവിൽ വേരുറച്ച് തലകീഴായി നിൽക്കുന്ന എന്ന് വെച്ചാൽ താഴോട്ട് വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അശ്വത്ഥ വൃക്ഷത്തെ ഇവിടെ ജ്ഞാനാത്വ പ്രപഞ്ചമായി വിവരിച്ചിരിക്കുന്നു. 1-ാം ശ്ലോകം നമുക്ക് നോക്കാം. ഊർധ്വമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. മേലോട്ട് പരമാത്മാവിൽ വേരുകളുള്ളതും കീഴോട്ട് ശാഖകൾ വളർന്നിരിക്കുന്നതും നാശമില്ലാത്തതുമായ അരയാൽ വൃക്ഷമാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ വേദങ്ങളാണെന്നും ഈ വൃക്ഷത്തെക്കുറിച്ച് അറിയുന്നവൻ വേദജ്ഞനാണ് എന്നും ഭഗവാൻ പറയുന്നു. നിത്യപരിണാമിയായ, അതായത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സംസാരത്തെയാണ് അശ്വത്ഥ വൃക്ഷമായി വിവരിച്ചിരിക്കുന്നത്. പരമ്പൊരുളിൽ നിന്നാണ് ഈ വൃക്ഷം ഉണ്ടായിരിക്കുന്നതും പരമാത്മാവിൽ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇല്ലാത്തതും സങ്കല്പമാത്രവുമാണ്. പരമാത്മാവും ജഗത്തും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ വൃക്ഷം വിവരിക്കുന്നത്. പരമാത്മാവാണ് നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതും കർമ്മഫലങ്ങൾ കൊണ്ട് നമ്മെ ഭൂമിയിൽ ബന്ധിപ്പിക്കുന്നത്. ഈ സംസാര വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ സംസാര വൃക്ഷത്തിൻ്റെ ഇലകൾ പരമാത്മാവിൽ നിലകൊള്ളുമ്പോൾ വേദങ്ങളാണ്. വേദങ്ങളാകുന്ന ഇലകളോടുകൂടി പരമാത്മാവിൽ നിലനിൽക്കുന്ന പവിത്രമായ വൃക്ഷം താഴോട്ട് പടർന്ന് ഭൂമിയിൽ വ്യാപിക്കുമ്പോൾ തളിരിലകളായി വരുന്നത് വിഷയങ്ങളാണ്. കാരണം ജീവാത്മാക്കൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യും. തളിരിലകൾ വിഷയങ്ങളും ഇലകൾ പടരുന്ന ചില്ലുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുമാണ്. കാരണം ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഇങ്ങനെ വിഷയാസക്തി കൊണ്ട് കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് ഇലകളും കൊമ്പുകളും ഉണ്ടായി പടർന്ന് പന്തലിക്കുന്നു. കർമ്മങ്ങൾക്ക് കാരണം സത്വരജ തമോ ഗുണങ്ങളാണ്. ഗുണങ്ങളും ഗുണങ്ങൾക്കനുസരിച്ച കർമ്മങ്ങളും കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട കൊമ്പുകൾ പുണ്യകർമ്മങ്ങൾ കൊണ്ട് മുകളിലും പാപകർമ്മങ്ങൾ കൊണ്ട് താഴെയുമായി പടർന്ന് പന്തലിക്കുന്നു. ഈ അരയാൽ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഉപവേരുകളുണ്ടായി കർമ്മഭൂമിയിൽ മനുഷ്യനെ ബന്ധിപ്പിക്കുന്നു. ഈ കർമ്മഫലങ്ങളാണ് ഉപവേരുകളായി ഭൂമിയിലോട്ട് വേരൂന്നുന്നത്. അധശ്ച ഊർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാ അധശ്ച മൂലാനി അനുസന്ധതാനി കർമാണി ബന്ധീനി മനുഷ്യലോകേ. ഭൂമിയിൽ ഉറച്ചിരിക്കുന്ന ഈ അശ്വത്ഥ വൃക്ഷത്തെ അസംഗശസ്ത്രം കൊണ്ട് മുറിച്ചു കളയണം എന്ന് ഭഗവാൻ പറഞ്ഞു തരും. നമുക്ക് മനസ്സിലാക്കാം. നമ്മിലെ ആത്മചൈതന്യത്തെ അറിയാതെ ശരീരബോധമാകുന്ന അവിദ്യയിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് ആത്മചൈതന്യത്തെ വാസനകൾ മറയ്ക്കുകയാണ്. വാസനകൾ എന്ന് വെച്ചാൽ പൂർവജന്മത്തിൽ നാം ആർജിച്ച കർമ്മഫലങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. ഈ വാസനകളാണ് ആത്മചൈതന്യത്തെ മറയ്ക്കുന്നത് എങ്കിൽ വാസനകളെ പൂർണ്ണമായും അകറ്റണം. അതിന് വൈരാഗ്യമാകുന്ന അസ്ത്രം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയും. അസംഗശസ്ത്രം. എന്താണ് ഈ അസംഗം? ഒട്ടലില്ലായ്മ. ഒരാഗ്രഹവുമില്ലാതെ ലൗകിക വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പിന്തിരിച്ച് ഏകമായ പരമാത്മാവിൽ ഉറപ്പിച്ചാൽ മാത്രമേ അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് ഈ വൃക്ഷത്തെ മുറിച്ച് പരമാത്മാവിലോട്ട് ഉയരാൻ ജീവാത്മാവിന് സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ
പറഞ്ഞു തരുന്നു. ഇതിന് ആദിപുരുഷനെ തന്നെ ശരണം പ്രാപിക്കണം. നിർമ്മാനമോഹാജിതസംകദോഷ അധ്യാത്മനിത്യാഭിനിവൃത്തകാമാം ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസംജ്ഞൈ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. ഈ വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യമാകുന്ന നിലയിലെത്തിയവർ സുഖദുഃഖങ്ങളും ദ്വന്ദ്വങ്ങളുമില്ലാത്ത തനി വിദ്യാസ്വരൂപമായതും സൂര്യചന്ദ്രന്മാരെ പോലും പ്രകാശിപ്പിക്കുന്നതുമായ പരമാത്മ ചൈതന്യത്തിനെ പ്രാപിച്ച് തിരിച്ചു വരവില്ലാത്ത വിധം ആ ചൈതന്യത്തിൽ ലയിക്കുന്നു എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു. ന തദ്ഭാസയതോ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ നനുവൃത്തന്തി തദ്ധാമ പരമം മമ. ഇവിടെ ഭഗവാന്റെ ഉപദേശങ്ങൾ പൂർണ്ണമാവുകയാണ്. തുടർന്നുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.